ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് വീഡിയോ സജഷൻസ് അതും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുട്ടി വീഡിയോ ആണ്. ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മൾ 2 ലിക്വിഡ് ലിപ്സ്റ്റിക്സ് വാങ്ങിയിട്ടുണ്ട്. നൈക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാറ്റ് ടു ലാസ്റ്റ് റേഞ്ചിലുള്ള 2 ഷെയ്ഡ്സ് ആണ്. ഒന്ന് മദ്രാസ് കാപ്പിയും അടുത്തത് ചായ്. ഈ 2 ഷെയ്ഡ്സും ഭയങ്കര വൈറലായിരുന്നു. ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും എവിടെ നോക്കിയാലും ഈ 2 ഷെയ്ഡ്സ് ആയിരുന്നു ഒരു ഇടയിൽ. ഇപ്പോഴും ഇതിന് കുറവൊന്നുമില്ല, പക്ഷേ എന്നാലും ആ ഒരു ടൈമിൽ കുറച്ചധികം ട്രെൻഡിങ്ങിലായിരുന്നു. ആ സമയത്ത് എനിക്ക് എന്തായാലും വാങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം ഇതൊന്നും ഒടുക്കത്തെ റേറ്റാണ്. പക്ഷേ വേറെ ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഭേദമാണെന്ന് പറയാം. ഇതിൻ്റെ റേറ്റ്, ഒരെണ്ണത്തിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 675 റുപ്പീസാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ രൂപ കൊടുത്ത് ഞാൻ വാങ്ങുന്നു? എന്നെ അറിയുന്നവരാരും പറയില്ല ഞാൻ ആ രൂപ കൊടുത്ത് വാങ്ങുന്നുള്ളത്. സോ ഇത് അത്രയും രൂപ കൊടുത്ത് എന്തായാലും ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് നൈക്കയിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം മുന്നേ, മെയിലോ ജൂണിലോ എപ്പോഴോ പിങ്ക് സമ്മർ സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിങ്ക് സമ്മർ സെയിൽ തന്നെയാണ് പേര് തോന്നുന്നു. എല്ലാം ഒരു പിങ്ക് മയ ആയതുകൊണ്ട് എനിക്ക് പേരുകൾ അത്ര ഓർമ്മയില്ല. പിങ്ക് സമ്മർ സെയിലല്ല, ഹോട്ട് പിങ്ക് സെയിൽ. ആ സെയിൽ നടക്കുന്ന ടൈമിൽ ഇതിൽ ഓഫർ ഉണ്ടായിരുന്നു. ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്സിന് ഓഫർ ഉണ്ടായിരുന്നു. ഓൾറെഡി 50% ഓഫിലായിരുന്നു ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സിനും. ഇതിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഈ ഒരു റേഞ്ചിൽ. 10 തന്നെയാണല്ലോ തോന്നുന്നു. അപ്പോൾ അത്രയും ഇതിൽ 50% ഓഫായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 50%-നേക്കാൾ ഇനി കുറയൊന്നുമില്ല, 50% എടുക്കുകയാണെങ്കിൽ ലാഭമല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്നത് കാർട്ടിലിട്ടതാണ്. വാങ്ങണം ഞാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ കാർട്ടിലിട്ട ശേഷം നൈക്കയുടെ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ഒരു എക്സ്ട്രാ 10% ഓഫും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് 50% എന്ന് പറയുമ്പോൾ 338 റുപ്പീസ് എന്തോ ആണ് വരിക, 337.5 അങ്ങനെ എന്തോ ആണ് വരിക, 338. സോ അത് കഴിഞ്ഞിട്ട് ഒരു 10% ഓഫ് വന്നപ്പോൾ എനിക്കിത് 270 റുപ്പീസിനാണ് കിട്ടിയത്. ഈ 2 അല്ല, ദാറ്റ് മീൻസ് ഒരെണ്ണത്തിൻ്റെ 270, ഇതും 270. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ലാഭമായിട്ട് തോന്നി. ഓക്കെ, കാരണം ഈ റേറ്റിന് ഇത് വേറെ എവിടെയും കിട്ടില്ല. നമ്മളെവിടെ ഏതൊക്കെ ഷോറൂമിൽ ചിലപ്പം ഈ സെയിം സെയിൽ നമ്മുടെ ഔട്ട്ലെറ്റ്സിലും നൈക്ക ഔട്ട്ലെറ്റ്സിലും നടക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്തായാലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും റേറ്റ് കുറഞ്ഞു. ചിലപ്പോൾ 50% ഓഫിലൊക്കെ കിട്ടും, ഒരു 10% കൂടി കുറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഞാൻ 270 റുപ്പീസിനാണ് ഇത് 2 വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഷെയ്ഡ് കമ്പാരിസൺസ് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയ്യോ പിന്നെയും കറണ്ട് പോയി. കുറേ നേരമായിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണ്ടും പോയി. ഓക്കെ, ചൂടെടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്, ഷെയ്ഡ് കമ്പാരിസൺ നോക്കാം. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരുടെയും സ്കിൻ ടോൺ ആയാലും അതുപോലെ തന്നെ ലിപ് പിഗ്മെൻറ്റേഷൻസ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ, ഇതെന്ത് ഷെയ്ഡാണ്, ഇത് കുറച്ച് ഡാർക്കാണോ ലൈറ്റാണ്, യെസ് കറണ്ട് വന്നു ഗൈസ്. ആ ഒരു ജസ്റ്റ് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇത് രണ്ടും. ഒന്ന് ഭയങ്കര ലൈറ്റാണ്, അതെനിക്ക് അത്ര ചെയ്തെന്ന് തോന്നുന്നില്ല. ഒന്ന് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആണ്. നമുക്ക് രണ്ടും നോക്കാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ് ഷെയ്ഡ് ഞാൻ മാറ്റട്ടെ. ഇതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. മാർസിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക്സിൽ വരുന്ന ഗേൾ പവർ 10 ഇതാണ് ഷെയ്ഡ് നമ്പർ. അപ്പോൾ ഇത് ഞാൻ ആദ്യം റിമൂവ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് ഉണ്ടല്ലോ ഭയങ്കര അടിപൊളി. എനിക്കിത് പാക്കേജിങ് കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ഫാനായിപ്പോയി. 675 റുപ്പീസിനുള്ളത് ഉണ്ടല്ലേ. ഓക്കെ, എന്തായാലും എടുത്തു നോക്കാം. വരുന്നില്ലേ? ഓക്കെ, ഹായ്, അടിപൊളി പാക്കേജിങ്. ഇത് 5 ml ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, 5 ml ആണ് വരുന്നത്. 5 ml 675 റുപ്പീസ്. കുറച്ച് കത്തിയല്ലേ, സാരില്ല, പോട്ടെ. എന്നെന്തായാലും ഇതിൻ്റെ പാക്കേജിങ്ങും എല്ലാം, ഇതിൻ്റെ ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം. അത് ഞാൻ കൈ കാണിച്ചു തരാം. ഇതാ ഭയങ്കര ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ. അയ്യോ, ഇതെനിക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേറ്റർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണ് ലിപ്സിൽ. ഈ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ എമൗണ്ടിനുള്ളതുണ്ട്. ഭയങ്കര ലൈറ്റാണ് കേട്ടോ, അല്ലേ? ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. പക്ഷെ ഇതൊന്നും ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും.
അതുവരെ ഒരു ഷൈനിങ് ഇല്ലേ? യെസ്. യെസ്, ഇതാണ് ഷെയ്ഡ്. ഹായ്, എനിക്ക് എൻ്റെ അതേ ലിപ് കളർ, ലിപ്പിൻ്റെ അതേ കളറിലാണ് ഈ ഷെയ്ഡ്. എനിക്കിത് ചേരുന്നില്ല. ഞാൻ കുറച്ചൊരു പൊടിക്ക് കളർ കൂടുതലുള്ളത് ഇടാറ്. ഒന്നെങ്കിൽ റെഡിഷ് ബ്രൗൺ, അല്ലെങ്കിൽ കുറച്ചധികം ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാറ്. ഇത് ഭയങ്കര ന്യൂഡായിപ്പോയി. മണ്ണിൻ്റെ കളറൊക്കെ അല്ലേ? അല്ല, ഇത് ചേരുന്നവരുണ്ടാവും. അപ്പം ഇത് ഈ സംഭവം എനിക്ക് അത്ര ചേരുന്നു തോന്നുന്നില്ല. ഞാനിത് ഓൾറെഡി ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒട്ടും ചേരുന്നില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നില്ല. ലിപ്സ്റ്റിക്ക് വാങ്ങുന്നത് ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ അതിൻ്റെ ഷെയ്ഡ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ലിപ്സ്റ്റിക്ക് ഇടാത്ത എന്തായിരുന്നു നമ്മുടെ ഇട്ടിട്ടും ലിപ്സ്റ്റിക്ക് ഇല്ലയെന്ന് അറിയുന്ന ഒരു അവസ്ഥ. എനിക്ക് വേണ്ട, എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല. സോ ഈ ലിപ് ഷെയ്ഡ് ചേരുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഞാൻ അവൾക്കിത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൾ കുറച്ചും കൂടി ലൈറ്ററാണ്, ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ല ലിപ്സിൽ. അപ്പോൾ ഇത് അവൾക്ക് ചേരുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ആ ഒരു മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ് എന്ന് പറഞ്ഞ ഷെയ്ഡ് നോക്കാം. ഇതെനിക്ക് ചേരും. ഇത് കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. കണ്ടില്ലേ ഈ കളർ? ഇനി ഇത് ഓക്കെ. അയ്യോ, ഇതെൻ്റെ കയ്യുമെന്നൊക്കെ സ്പ്രെഡായി. കണ്ടോ? ഈ ഒരു ഷെയ്ഡാണ്. കുറച്ചൊരു ബ്രൗൺ ടെറക്കോട്ട ഷെയ്ഡോ അങ്ങനെയല്ലേ പറയുക എന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ളവരൊക്കെ ചെറുതായി എൻ്റെ കയ്യുമൊക്കെ ആയി, ആകെ മൊത്തത്തിൽ സ്പ്രെഡായി. എൻ്റെ ഡ്രസ്സിൽ വരെ ആയി ലിപ്സ്റ്റിക്ക്. ഒരു മിനിറ്റ്, ഞാൻ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ കയ്യുമ്മത്തെ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം ഇത് സെറ്റിലാവാൻ, ഒന്ന് ഡ്രൈ ആവാൻ കുറച്ചധികം നേരം എടുക്കുന്നുണ്ട് കേട്ടോ. അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സ് എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ വാച്ചിലേക്കൊക്കെ ആയി. ഒരുവിധം പോയിട്ടുണ്ട്, ഇതിൽ കാണുന്നില്ല. ഓക്കെ, ഇതാണ് ചായ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇതിലെനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണുന്നേക്കാളും കുറച്ചുകൂടി ഒരു പൊടിക്ക് ഡാർക്കറാണ് കേട്ടോ. കറക്റ്റ് ബ്രൗൺ. എത്രത്തോളം ക്യാമറയിൽ മനസ്സിലാണ്ടെന്ന് അറിയില്ല. യെസ്, ഇതെനിക്ക് ചേരും. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേറ്ററാണ്. എനിക്ക് ഈ അപ്ലിക്കേറ്ററാണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ നോർമൽ ഒരു 200 അല്ലെങ്കിൽ ഒരു 300 റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്സ്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങുകയാണെങ്കിലും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടില്ല. അപ്പോൾ ആ പൈസക്കുള്ളതുണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പാക്കേജിംഗ് ആണ് കേട്ടോ. എനിക്ക് ഈ സാധനം, ഞാൻ എത്ര ലിപ്സ്റ്റിക് വാങ്ങിയാലും ഈ പെട്ടി ഞാൻ കളയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിപ് ഷെയ്ഡ്സ്. ഈ 2 ഷെയ്ഡ്സ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഷെയ്ഡാണ്, ചായ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ആൻഡ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കും. അപ്പോൾ നഷ്ടം വരില്ല. ഞാൻ ഇവിടെ വെച്ചു അല്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഓക്കെ, ഞാൻ ഈ ലിപ് ഷെയ്ഡ്, ഫസ്റ്റ് ലിപ് ഷെയ്ഡ് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്തില്ല അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. വെറുതെ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് എന്താ കാര്യം? അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ കൂടെ ഈ 2 ലിപ്സ്റ്റിക്സ് എനിക്ക് ഓഫറിലാണല്ലോ കിട്ടിയത്. ആ സമയത്ത് നൈക്കയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ടായിരുന്നു. ആ സെയിലിൻ്റെ സമയത്ത് വാങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ് ഞാൻ ചൂസ് ചെയ്ത ഫ്രീ പ്രൊഡക്റ്റ്. ഇത് നൈക്കയുടെ കാജലാണ്. എനിക്ക് ഓൾറെഡി എൻ്റെ ലിപ്പ് ഉണ്ടായിരുന്ന ഏതായിരുന്നു? ഫേസസ് കാനഡയുടെ കാജലായിരുന്നു. പക്ഷേ അത് ഏകദേശം തീരാറായി. കുറച്ചും കൂടി ഒരു പൊടിക്കേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കാജൽ വാങ്ങാം. കാജലിപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഏകദേശം തീരാറായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വാങ്ങാമെന്ന്. കണ്ടില്ലേ, ഫ്രീ നൈക്ക കോസ്മെറ്റിക്സ് കാജൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ. ഇത് 2 വാങ്ങിയപ്പോൾ എനിക്ക് നൈക്കയുടെ ഒരു 3 പ്രൊഡക്ട്സ് അങ്ങനെ എന്തോ ആയിരുന്നു ഓപ്ഷനിലുണ്ടായിരുന്നത്. ഒന്ന് കാജൽ, ഒന്ന് കളേർഡ് ഐലൈനർ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു, ലിക്വിഡ് ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക് നമ്മൾ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ളതാണ് വരിക. അപ്പോൾ ആ കളർ ചേരുമോ? ചിലപ്പോൾ ഒട്ടും ചേരാത്തതായിരിക്കും, ചിലപ്പോൾ ഭയങ്കര പിങ്ക് ഷെയ്ഡായിരിക്കും. എനിക്ക് ആ പിങ്ക് ഷെയ്ഡൊന്നും ചേരില്ല. അപ്പോൾ റാൻഡം കളേഴ്സാണ് സെൻഡ് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഞാൻ അത് ലിക്വിഡ് ലിപ്സ്റ്റിക് വേണ്ടാന്ന് വെച്ചു. പിന്നെ കളേർഡ് ഐലൈനർ ആയിരുന്നു. കളേർഡ് ഐലൈനർ ഞാൻ സ്റ്റുഡിയോൻ്റെ ഒരു ബ്ലൂ കാജൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം എന്തോ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ബ്ലാക്കിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അത് വാങ്ങിയിട്ടും യാതൊരു യൂസും ഇല്ല. അപ്പോൾ കുറച്ചും കൂടി ഭേദമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സാധനമാണ്, കാജൽ. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. ഇതിന് ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 189 റുപ്പീസ് ആയിരുന്നു, പക്ഷേ എനിക്കിത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്.
തുറന്നു നോക്കട്ടെ കേട്ടോ. തുറക്കാം. ഓക്കെ. ഒരു നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഒരു ചെറിയ കാജൽ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വലുപ്പമുണ്ട് ലാക്മിയുടെ ഒക്കെ. നല്ല പോയിന്റഡ് ടിപ്പാണ്. ഓക്കെ, വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട്. ഭയങ്കര നമുക്ക് ഡീപ്പ് ബ്ലാക്ക് ആണ്. ഇത് രസാ. ഇനി ഇത് എൻ്റെ ഇതിലാവണ്ട, ഡ്രസ്സിലാവണ്ട. ഞാൻ ഇപ്പം തന്നെ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ ആയിരുന്നു. കുറച്ച് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ലിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ചായ എന്ന് പറഞ്ഞ ഷെയ്ഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി ലൈറ്റർ ലിപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മദ്രാസ് കാപ്പിയും ചൂസ് ചെയ്യാം. രണ്ടും അടിപൊളി ഷെയ്ഡ്സ് ആണ്. ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടുന്ന സമയത്ത് ഭയങ്കര ഒരു വാട്ടറി, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ഒരു വാട്ടറി കൺസിസ്റ്റൻസി അതുപോലെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷിൽ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ചെറുതായി വൈൻഡപ്പിലോട്ട് പോവാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്കൊരു 3 ഓക്കെ അതുകൂടി പറയണമല്ലോ. എനിക്കൊരു 3 സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വീഡിയോ സജഷൻസ്. അത് അതിലത്തെ ഒരു കുട്ടി എന്നോട് വീണ്ടും ചോദിച്ചു എന്താ വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഓണം വീഡിയോസ് എടുക്കുന്ന ഒരു തിരക്കിലാണ്. ഓണം വീഡിയോസ് ചെയ്യണം വിചാരിച്ചിട്ട് ഇങ്ങനെ നീണ്ടു പോവാണ്. അത് ഇനിയും ഓണം വീഡിയോ എത്തുമെന്നൊന്നും എനിക്കറിയില്ല, എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഒരു തിരക്ക് കാരണം എൻ്റെ ഇപ്പോൾ ഈ സജഷൻസ് വന്ന ഈ 3 വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ വൈകാതെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഓണം സീരീസ് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ ബാക്കിയില്ല ഈ 3 സജഷൻ വീഡിയോസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 3ഉം ഞാൻ വൈകാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓണം വരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ രണ്ടാമതും കമൻറ്റ് ചെയ്തത്, രണ്ടാമതും എനിക്ക് ഇതുവരെ ചെയ്തില്ലല്ലോ ആ വീഡിയോ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഞാൻ ഒന്നുകൂടി പറയുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു വേറൊരു 2 പേരും 2 വീഡിയോ സജഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ വൈകാതെ വരുന്നതായിരിക്കും. അതുപോലെ ഇനി നെക്സ്റ്റ് വേറെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോനെ കുറിച്ച് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാൻ താല്പര്യമില്ലെങ്കിൽ നേരിട്ട് ഇൻസ്റ്റയിലേക്ക് വരാം. ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ. ഇതൊരു കമ്പാരിസൺ വീഡിയോ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഏതാണ് എനിക്ക് ചേരുന്നത് നോക്കാം. കാരണം നിങ്ങൾക്ക് ചേരുന്നത് നോക്കാൻ പറ്റില്ലല്ലോ എനിക്കിപ്പോൾ. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ്, ചെറിയ കമ്പാരിസൺ നടത്താൻ പോകും. അയ്യോ ഇപ്പോൾ പോയാൽ. സോ ഇത് ചൂടെടുക്കും മാറ്റ് ടു ലാസ്റ്റ് എന്ന് പറഞ്ഞ സീരീസിലുള്ള റേഞ്ചിലുള്ള അല്ലേ ഞാൻ പൂരം എക്സിബിഷൻ എടുത്തത്. ആ സമയത്ത് എനിക്ക് വാങ്ങാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇല്ല. ഉടനെ തന്നെ ഇതിന് പാക്കിങ് കൊടുക്കാൻ കാശ്, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. നമുക്ക് ചൂട് കൊടുക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അതുപോലെ പുതുതായിട്ട് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നത് മീൻസ് എൻ്റെ ചാനലിൽ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ എന്തൊക്കെ പറയുന്നത് മീൻസ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അല്ല യെസ് എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരുമാതിരി 10-12 മിനിറ്റ് കഴിഞ്ഞു. കറണ്ടും വരുന്നില്ല. ബൈ.